ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, ലോകം മുഴുവൻ്റെയും കണ്ണും കാതും അടയ്ക്കപ്പെട്ട ഒരു ദേവാലയത്തിനുള്ളിലേക്ക് കൂർപ്പിച്ചിരിക്കുന്ന ദിവസങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് കോൺക്ലേവ് എന്നൊരു വാക്കാണ്. എന്താണ് കോൺക്ലേവ് എന്ന് നമുക്കറിയാം. പാപ്പാമാരെ തിരഞ്ഞെടുക്കുന്ന സംവിധാനത്തിന് നൽകപ്പെട്ടിരിക്കുന്ന പേരാണ് കോൺക്ലേവ്. എന്താണ് കോൺക്ലേവ് എന്ന വാക്കിൻ്റെ അർത്ഥം? കോൺക്ലേവ് എന്നുള്ളത് രണ്ട് ലത്തീൻ വാക്കുകൾ ചേർന്നുണ്ടായ ഒരു വാക്കാണ്. കൊൺ, ക്ലാവെ. കൊൺ എന്ന വാക്കിൻ്റെ അർത്ഥം ടുഗദർ, വിത്ത് എന്നൊക്കെയാണ്. ക്ലാവെ എന്നാൽ കീ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് രണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ അടയ്ക്കപ്പെട്ട ഒരു മുറി എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്കിന് അർത്ഥം വരുന്നത്. കോൺക്ലേവ് സമയത്തെ രഹസ്യാത്മകതയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുകൂടിയാണ് ഈ നാമം. എന്തുകൊണ്ടാണ് ഈ കോൺക്ലേവ് എന്നുള്ള വാക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? രണ്ടാം ലാറ്ററൻ കൗൺസിലാണ് കോൺക്ലേവ് സംവിധാനം ഇന്ന് നാം മനസ്സിലാക്കുന്നത് പോലെ ഉരുത്തിരിഞ്ഞു വരുന്നത്. അന്നു മുതൽ മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്നത് വരെ, ഒരു മാർപ്പാപ്പ മരിച്ചു കഴിയുമ്പോൾ അടുത്ത മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്ന സമയം വരെയും കർദിനാളന്മാർ സിസ്റ്റൈൻ ചാപ്പലിൽ ഒരുമിച്ച് ചേരുകയും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമയം വരെയും പുറം ലോകത്തോട് യാതൊരു ബന്ധവുമില്ലാതെ അവർ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നു. ഇക്കാരണം കൊണ്ടാണ് അടയ്ക്കപ്പെട്ട മുറി എന്നർത്ഥം വരുന്ന കോൺക്ലേവ് എന്നുള്ള വാക്ക് പാപ്പാമാരെ തിരഞ്ഞെടുക്കുന്ന ആ പ്രക്രിയയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ആരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്? 80 വയസ്സിന് താഴെയുള്ള കർദിനാൾമാർ മാത്രമാണ് കോൺക്ലേവ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നത്. സിസ്റ്റൈൻ ചാപ്പലിലാണ് ഈ കോൺക്ലേവ് നടക്കപ്പെടുന്നത്. വത്തിക്കാൻ്റെ അപ്പസ്തോലിക് പാലസിൻ്റെ ഭാഗമാണ്. ഇന്ന് വത്തിക്കാൻ മ്യൂസിയത്തിൽ കയറുന്ന എല്ലാവർക്കും അത് കാണാവുന്നതുമാണ്. സിസ്റ്റൈൻ ചാപ്പലിലാണ് കോൺക്ലേവ് നടക്കുന്നത്. ഇത്തവണ ഇപ്പോൾ വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിൽ കോൺക്ലേവിന് ഒരുക്കമായുള്ള വിശുദ്ധ കുർബാനയർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പങ്കെടുക്കുന്ന ആളുകൾ, ദൃക്സാക്ഷികളാകാൻ വന്നിട്ടുള്ളവർ ഈ വത്തിക്കാന് മുന്നിലുള്ള വിയാ ദെല്ല കോൺസിലിയാസിനിലൂടെ പോകുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും ആകാംക്ഷയോടെ വത്തിക്കാനിൽ നിന്നും വെള്ളപ്പുക ആകാശത്തേക്ക് ഉയരുന്നത് കാത്തിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനയോടെ അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവ ഇഷ്ടം എപ്പോഴും നിറവേറ്റപ്പെടുന്നതിന്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഭയിൽ ശക്തമായി തുടരുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നാം ഓരോരുത്തരുടെയും ആത്മീയ നിയന്താവാണ് പരിശുദ്ധ മാർപ്പാപ്പ. പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ ഈ ജൂബിലി വർഷം മുതൽ തിരുസഭയെ സ്വർഗീയ തീർത്ഥാടനത്തിൽ മുന്നിൽ നിന്ന് നയിക്കുവാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയെ, ഈശോ ആഗ്രഹിക്കുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ കർദിനാളന്മാർ ഒന്നു ചേർന്ന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമുക്കും പ്രാർത്ഥനയോടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. പത്രോസിൻ്റെ നാമധേയത്തിലുള്ള ഈ ചത്വരത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളെപ്പോലെ നമ്മുടെയും പ്രാർത്ഥനകളും കരങ്ങളും സ്വർഗത്തിലേക്ക്, ദൈവപിതാവിൻ്റെ പക്കലേക്ക്, നല്ല ഒരു മാർപ്പാപ്പയെ, ദൈവം ആഗ്രഹിക്കുന്ന മാർപ്പാപ്പയെ നമുക്ക് ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.